ഹായ് ഹലോ മേഡ്സ്, എല്ലാവർക്കും ചൈതൂസ് ചാറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബ്യൂട്ടി വ്ളോഗറിനെയാണ്. ബ്ലഷ് വിത്ത് ആഷ് എന്ന ചാനൽ കൈകാര്യം ചെയ്യുന്ന ഐശ്വര്യയാണ് ആ വ്യക്തി. ഐശ്വര്യയുടെ ചാനലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏകദേശം 1.5 വർഷമായി ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്, അതുപോലെ തന്നെ 1,78,000 പരം സബ്സ്ക്രൈബേഴ്സുമുള്ള ഒരു അടിപൊളി ചാനലാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് ഞങ്ങൾ ചൈതൂസ് ചാറ്റ് എന്ന പേരിൽ ഇങ്ങനെ ഒരു ചാറ്റ് വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടായിട്ട് മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കുറെ ആളുകളുടെ ഒരു കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. അപ്പോൾ അതാണ് ചൈതൂസ് ചാറ്റ് എന്ന ഈ സീരീസ് ഓഫ് വീഡിയോസിന്റെ ഒരു ഉദ്ദേശം. പിന്നെ മറക്കണ്ട, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഹായ് ഐശ്വര്യ, സുഖാണോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ചൈതൂവിൻ്റെ ചാനലിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിച്ചതിന് തന്നെ അത് തന്നെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. ആൻഡ് എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ നന്നായിട്ടിരിക്കുന്നു സോ ഫാർ ബൈ ഗോഡ്സ് ഗ്രേസ്. ആൻഡ് ഇപ്പോൾ കുറച്ച് സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, കോൾഡും കോഫൊക്കെ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചൈതൂവിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ശരിക്കും സൗണ്ട് കേൾക്കണമെങ്കിൽ എൻ്റെ ചാനലിൽ പോയി നോക്കാം കേട്ടോ. അല്ലാണ്ട് ഇതല്ല എൻ്റെ സൗണ്ട്. അപ്പോൾ ചൈതൂവിന് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഐശ്വര്യ, ഞാനെൻ്റെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഐശ്വര്യ, നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് ഐശ്വര്യയുടെ ചാനൽ നെയിമിനെ കുറിച്ചിട്ടാണ്. ബ്ലഷ് വിത്ത് ആഷ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാനൽ നെയിമാണ്. എന്താണ് ആ ചാനൽ നെയിമിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊരു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ ഞാനത് ഡിസൈഡ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു ഒരു ബ്യൂട്ടി വ്ളോഗറിൻ്റെ കാറ്റഗറി തന്നെ. ബിക്കോസ് എനിക്കത് കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ആദ്യം ഐശ്വര്യ എന്ന് തന്നെ ഇടാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനിക്ക് തന്നെ അപ്പോൾ ഒരു ചമ്മലായിരുന്നു എൻ്റെ പേര് തന്നെ ഇടാൻ. സോ ഞാനപ്പോൾ ഓർത്തൊരു നല്ലൊരു പേര് ബ്യൂട്ടി വ്ളോഗറിൻ്റെ കാറ്റഗറി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കോസ്മെറ്റിക്സ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആയിട്ട് മാച്ച് ആവുന്ന ടൈപ്പ് ഓഫ് ഒരു പേര് വേണം. കൂടെ എൻ്റെ പേരും വേണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ഞാൻ കുറച്ച് പേര് ഒക്കെ ഇങ്ങനെ ആലോചിച്ച് ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്ത് കുറേ ഡിസ്കസ് ചെയ്തിട്ടൊന്നും അങ്ങോട്ടൊരു ക്യാച്ച് ആയിട്ടുള്ള പേര് കിട്ടിയില്ല. സോ ഫൈനലി ഈ പേര് എനിക്ക് കണ്ടുപിടിച്ച് തന്നത് ഞാൻ ഡിഗ്രിക്ക് BA ലിറ്ററേച്ചറാണ് പഠിച്ചത്. അപ്പോൾ ഒരു മാം ഉണ്ടായിരുന്നു, സോണി ഭഗീരഥൻ എന്ന് പറഞ്ഞിട്ടൊരു മാം. അപ്പോൾ ആ മാമിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ സജഷൻസ് ചോദിച്ചായിരുന്നു. മാം, ഇങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, എന്തെങ്കിലും കുറച്ച് പേര് വെച്ചിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, എന്തെങ്കിലും ഒരു ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ പേരും വേണം, പ്ലസ് എൻ്റെ കൂടെ ആഷ് എന്നുള്ള എൻ്റെ പേരും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മാം ഇങ്ങനെ കുറേ ലിസ്റ്റാണ് കേട്ടോ തന്നത്, ഇങ്ങനെ കുറേ സജഷൻസ് ഒന്നും. അതിൻ്റെ അകത്ത് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു പേരാണ് ബ്ലഷ് വിത്ത് ആഷ്. അതിനിങ്ങനെ റൈമിങ് മാതിരി തോന്നിയില്ലേ, ബ്ലഷ് വിത്ത് ആഷ്. അപ്പോൾ അങ്ങനെ എനിക്ക് ആ പേര് കുറേ പേര് രസമുള്ള കുറേ പേരുകളുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണിത്. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ബ്യൂട്ടി കാറ്റഗറി ആയതുകൊണ്ടാണ് ബ്യൂട്ടീനെയും എൻ്റെ പേരിനെയും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു പേരുണ്ടാക്കിയത്. ഐശ്വര്യ എന്ന യൂട്യൂബ് ബ്യൂട്ടി വ്ളോഗറിനെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പം ഐശ്വര്യയുടെ സബ്സ്ക്രൈബേഴ്സിനായാലും അല്ലെങ്കിൽ ഐശ്വര്യയുടെ വീഡിയോ കാണുന്ന പലർക്കും അറിയാമായിരിക്കും. അവർക്കെല്ലാം അറിയാം ഐശ്വര്യയുടെ ഒരു യൂട്യൂബ് ജേർണി, പിന്നെ ഐശ്വര്യയുടെ പേഴ്സണൽ ആയിട്ടുള്ള വിശേഷങ്ങൾ, അതൊക്കെ അറിയാൻ എന്തായാലും എന്നെപ്പോലെ തന്നെ അവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ കുറിച്ചിട്ടാണ് എനിക്കിനി ഐശ്വര്യയോട് ചോദിക്കാനുള്ളത്. ആദ്യം തന്നെ ഐശ്വര്യയുടെ ഫാമിലി, വീട്, നാട്, അതിനെയൊക്കെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ? നാട് വീടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എറണാകുളത്തു നിന്നാണ്. ആൻഡ് ഞാനും എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങൾ രണ്ടുപേരുടെ വീട് എറണാകുളത്താണ്. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്, എൻ്റെ ഹസ്ബൻഡ് കലൂരിൽ നിന്നാണ്. പിന്നെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിലാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. ഒരു 6 to 7 months ആയിട്ടുള്ളൂ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് വന്നിട്ട്. അതുവരെ എറണാകുളത്ത് തന്നെയായിരുന്നു. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ 3.5 വയസ്സുള്ള മോനും ഉണ്ട്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും, എനിക്കൊരു എൽഡർ സിസ്റ്റർ ഉണ്ട്. ചേച്ചീനെ എനിക്കൊണ്ട് കുറേ പേർക്കൊക്കെ അറിയാം, എന്നെ അറിയുന്നുള്ള ഒരുമാതിരി പേർക്ക് അറിയായിരിക്കും. ചേച്ചിയും ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. ചേച്ചിയുടെ ചാനലിൻ്റെ പേര് ബ്യൂട്ടി വർക്ക്സ് TV. ചേച്ചിയുടെ പേര് പ്രിയങ്ക എന്നാണ്. ആൻഡ് ഹസ്ബൻഡിൻ്റെ സൈഡിൽ അച്ഛനും അമ്മയും ഏകദേശം സെയിം തന്നെ. അവിടെയും ഒരു ചേച്ചിയാണുള്ളത്. ചേച്ചിയും ഒരു യൂട്യൂബറാണ്, പക്ഷേ കുക്കിംഗ് ആണ് ചേച്ചിയുടെ ഏരിയ. ചേച്ചിയുടെ പേര് നവ്യ എന്നാണ്. ആൻഡ് ചേച്ചിയുടെ ചാനലിൻ്റെ പേര് നവ്യാസ് കുക്ക് ബുക്ക്. ആൻഡ് രണ്ടുപേരും, നവ്യ ചേച്ചി US സെറ്റിൽഡാണ് ഫാമിലിയായിട്ട്. പിങ്കി ചേച്ചി ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്. അപ്പോൾ ഞങ്ങളുടെ 3 പേരും കൂടിയുള്ള ഒരു കുഞ്ഞു ഫാമിലി, ഞങ്ങളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ്. ഇപ്പോൾ ഐശ്വര്യ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഒന്നും ആകാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഇപ്പോൾ എന്നെപ്പോലെ എല്ലാവർക്കും അറിയാം ഐശ്വര്യയുടെ ഫാമിലിയും ഭയങ്കര ഒരു സപ്പോർട്ടാണ് തരുന്നതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒന്ന് പറയാമോ?
ഫാമിലി സപ്പോർട്ട് എന്ന് വെച്ചാൽ എൻ്റെ 2 ഫാമിലിയുടെ സൈഡിൽ നിന്നും എനിക്ക് ഭയങ്കര ട്രെമൻഡസ് സപ്പോർട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ലൈക്ക് ഒരു കല്യാണം കഴിച്ച കുട്ടിയൊക്കെ ഉള്ള ഒരു സ്ത്രീക്ക് ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ സപ്പോർട്ടൊന്നും ഇല്ലാണ്ടും ഒറ്റയ്ക്കും കാര്യങ്ങൾ നടത്തുന്ന സ്ത്രീകളുണ്ട്. ഞാൻ അങ്ങനെ പറ്റുള്ളൂ അങ്ങനെയല്ല പറയണത്. എൻ്റെ കേസിൽ എൻ്റെ 2 ഫാമിലീസും ചേച്ചിമാരുടെ ഫാമിലിയും എല്ലാവരും ഹസ്ബൻഡും ഒക്കെ വളരെ നല്ല സപ്പോർട്ടാണ്. എടുത്തു പറയേണ്ട സപ്പോർട്ട് എന്ന് വെച്ചാൽ ഏട്ടൻ്റെ അമ്മ ഭയങ്കര സപ്പോർട്ടീവാണ്. ലൈക്ക് എനിക്കങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങളോ ഒന്നും ഓർത്ത് ബോധോടാവേണ്ട ആവശ്യമില്ല. ഷൂട്ട് ചെയ്യാൻ പോകണമെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പോയാൽ മതി. മോൻ്റെ കാര്യങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ നോക്കിക്കോളുമായിരുന്നു. ബിക്കോസ് ഞാൻ എടുത്ത് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ ഒരാളായതുകൊണ്ട് നമ്മൾ ഹസ്ബൻഡ് വീട്ടിലാണല്ലോ നിൽക്കണം. അപ്പോൾ അമ്മ എടുത്ത് പറയാതെ പറ്റില്ല, അത്രയും നല്ല സപ്പോർട്ടാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇപ്പം നമ്മൾ തന്നെ മാനേജ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ലൈക്ക് ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. എന്നെ ഷൂട്ട് ചെയ്യാനും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും ഒക്കെ എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ കേസിൽ അങ്ങനെ തന്നെയാണ്. മോനൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ വളരെ നല്ല സപ്പോർട്ടാണ്. ഈവൻ ചേച്ചിമാരുടെ സൈഡിൽ നിന്നും ഒക്കെ അവൾ വളരെ നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റണം. നമുക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ടും നന്നായിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ സൂപ്പർ സപ്പോർട്ടീവാണ് എല്ലാവരും. ഇനി എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്യൂട്ടി ചാനൽ തുടങ്ങുന്നതിന് പിന്നിൽ എന്തായിരുന്നു ഐശ്വര്യക്ക് പ്രചോദനമായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്യൂട്ടി ചാനൽ അല്ലാതെ നമുക്ക് യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു ബ്യൂട്ടി ചാനൽ തുടങ്ങാമെന്ന് തീരുമാനിച്ചത്? ബ്യൂട്ടി ചാനൽ എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് നടക്കുന്നത് എനിക്കിവിടെ എല്ലാ പെൺകുട്ടികളെ പോലെ തന്നെ എനിക്ക് ഇത്തിരി ഇഷ്ടം ഉണ്ടായിരുന്നു. കുറച്ച് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യണതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും വന്ന കാര്യം തന്നെ ഈ ബ്യൂട്ടി കാറ്റഗറിയാണ്. പിന്നെ നമുക്ക് ഒത്തിരി അറിയാം, നമുക്ക് കുറേ കാറ്റഗറീസൊക്കെ ഉണ്ട്. കുക്കിങ്ങും അങ്ങനെയൊന്നും ഞാനങ്ങനെ കുക്കിങ്ങൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒത്തിരി എക്സ്പെരിമെൻറ്റേഷൻ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. അങ്ങനെ എല്ലാ ബേസിക് കുക്കിങ്ങൊക്കെ അറിയാമെന്നല്ലാണ്ട് അങ്ങനെ ഭയങ്കര കുക്കിങ്ങിനോട് പാഷൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതിനേക്കാളും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ് ഇങ്ങനെ ബ്യൂട്ടി ആൻഡ് ഫാഷൻ. സോ സ്റ്റൈലിങ്ങും അങ്ങനത്തെ സംഭവങ്ങളും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് താല്പര്യം കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ബ്യൂട്ടി വ്ളോഗറിൻ്റെ കാറ്റഗറി തന്നെ സെലക്ട് ചെയ്തത്. ഇപ്പം ഞാൻ ഐശ്വര്യയുടെ സബ്സ്ക്രൈബേഴ്സിനും അറിയാൻ ആഗ്രഹം കാണും, ഐശ്വര്യ എന്തെങ്കിലും ബ്യൂട്ടി കോഴ്സസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാഷൻ കോഴ്സസ് ചെയ്തിട്ടുണ്ടോ എന്ന്. അങ്ങനെ എന്തെങ്കിലും ഐശ്വര്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ? ഫാഷൻ ആൻഡ് മേക്കപ്പ് പഠിക്കണം എന്ന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ പഠിച്ചിട്ടില്ല. എന്നാലും എനിക്കൊരു ഉള്ളിൽ ഒരു ടേസ്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റണമെന്ന് എനിക്ക് തോന്നണേ. ഫാഷൻ പണ്ട് മീൻസ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫാഷൻ ടെക്നോളജിയൊക്കെ പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് വിട്ടില്ല. ആൻഡ് ഇതുപോലെ തന്നെ മേക്കപ്പ് സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ഇൻഡെപ്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി എനിക്ക് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ബട്ട് ആ സമയത്താണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നത്. അപ്പോൾ അതൊന്നും നടന്നില്ല, പഠിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും പഠിക്കാത്ത എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ ഓഡിയൻസിന് ഡെഫിനറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കാനും കൂടിയാണ് ഞാൻ ചെയ്യണത്. കംപ്ലീറ്റ്ലി ഇപ്പോൾ പ്രൊഫഷണലി അങ്ങോട്ട് ഞാൻ മാറാത്തത്. ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് സെൽഫ് ടോട്ടാണ്. ഞാൻ പല യൂട്യൂബ് വീഡിയോസും പല നല്ല ഇൻ്റർനാഷണൽ ലെവലുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെയൊക്കെ ടിപ്സും ട്രിക്സും ഒക്കെ നമ്മളുടെ ഓഡിയൻസിന് വർക്കൗട്ട് ആവണത് മാതിരി കണ്ട് പഠിച്ചിട്ടാണ് ഞാനത് ട്യൂട്ടോറിയൽസ് ആയിട്ട് ഈസി വേസ് ഓഫ് ലൈക്ക് നമ്മളുടെ നാട്ടിലെ ആൾക്കാർക്കില്ലേ മലയാളീസിനൊക്കെ പറ്റിയ ടൈപ്പ് ഓഫ് ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ട്യൂട്ടോറിയലായിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ ഒന്നും പഠിച്ചിട്ടില്ലാത്ത എനിക്കൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ചെയ്യാൻ പറ്റും. നമുക്കൊരു ടേസ്റ്റ് ഉണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ശരിക്കും എനിക്ക് ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാനേ വയ്യ. എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ബ്യൂട്ടി ചാനൽ ഐശ്വര്യ തുടങ്ങിയിട്ടില്ലായിരുന്നു എങ്കിൽ ഇന്ന് എന്താകുമായിരിക്കും ചെയ്യുക? ഐ മീൻ എന്തെങ്കിലും ജോലി ചെയ്യുമോ അതോ സിംപ്ലി ഹൗസ് വൈഫ് ആയിട്ടിരിക്കുമോ? അങ്ങനെ എന്തായിരിക്കും ഐശ്വര്യ ചെയ്യുക? ഇങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് വെച്ചാൽ, ഞാനൊരു MBA ഗ്രാജുവേറ്റ് ആയിരുന്നു. എൻ്റെ കല്യാണത്തിന് 2 ആഴ്ച മുന്നേ വരെ ഞാൻ കാക്കനാട് ഇൻഫോ പാർക്കിൽ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. സോ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഡെഫിനറ്റായിട്ടും അങ്ങോട്ട് തന്നെ എനിക്ക് പോകേണ്ടി വന്നേനെ. പക്ഷേ ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഒട്ടും ഹാപ്പി ആവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അത്രയും കാലം ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു
എൻ്റെ ഉള്ളിനുള്ളിൽ എപ്പോഴും ഇങ്ങനെ പറയായിരുന്നു ഇതെല്ലാം നിൻ്റെ ഫീൽഡ് എന്ന് പറയായിരുന്നു. പക്ഷെ നമുക്കപ്പോൾ വേറെ പോസിബിലിറ്റീസിനെ പറ്റിയൊന്നും അറിയില്ല. നമ്മൾ MBA പഠിച്ചു, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്തു അങ്ങനെ. അപ്പോൾ ടു ബി ഓണസ്റ്റ് എനിക്ക് ഒട്ടും ഹാപ്പി ഇല്ലായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ജോബൊക്കെ ചെയ്യുമ്പോൾ ജോലി ചെയ്താലും നമുക്ക് എന്താണ് കാശ് കിട്ടും, ജോലി ചെയ്തില്ലെങ്കിലും കാശ് കിട്ടും. പക്ഷേ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഇതിൻ്റെ അകത്ത് 101% ഇട്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ ജോലി ഞാനിത് സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് വേറെ ഒരു വഴിയില്ലായിരുന്നു. ഞാൻ വീണ്ടും ബാക്ക് ടു ഈ IT ജോബ്സിലേക്ക് പോവേണ്ടി വന്നേനെ വിഷമത്തോടെ. ശരിക്കും പറഞ്ഞാൽ ഐശ്വര്യ, ഞാൻ ഇപ്പം ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ ചാറ്റിലും ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്യാമറ ആൻഡ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ അത് റിപ്പീറ്റഡ് ആയിട്ട് തോന്നാം കേൾക്കുന്നവർക്ക്, പക്ഷെ അത് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഐശ്വര്യയുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് വീഡിയോയുടെ ക്വാളിറ്റി കൊണ്ടും എഡിറ്റിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുന്നത് അതൊക്കെ ഭയങ്കര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടാകാം. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്യാമറയെ കുറിച്ചിട്ടും എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടും ഒന്ന് പറയാമോ? ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാനൻ്റെ G7 Mark II ആണ്. പക്ഷെ ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഒരു വർഷം ആൻഡ് 2 മാസം, അതായത് ഒരു 14 മന്ത്സോളം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഫോണിൻ്റെ ക്യാമറ തന്നെയാണ്. നമുക്കപ്പോൾ യൂട്യൂബ് തന്നെ എന്താവുന്ന അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ക്യാമറേനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ക്യാമറ ആയിരുന്നു. നല്ല അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണല്ലായിരുന്നു, പക്ഷേ എൻ്റെ ക്യാമറ വളരെ നല്ലതായിരുന്നു. ലെനോവോൻ്റെ K5 നോട്ടാണ് ഞാൻ അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണ്. അതിൻ്റെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു 50,000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി നമ്മളുടെ ഓഡിയൻസിന് കുറച്ച് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ കുറച്ചും കൂടി ഇത്രയും ലവ് നമുക്ക് തരുമ്പോഴത്തേക്കും അവർക്ക് നല്ല ക്വാളിറ്റി വീഡിയോസ് കൊടുക്കണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 50,000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചത്. അങ്ങനെയാണ് ഞാനിപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്നത് Canon G7 Mark II ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞാൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന വെച്ചാൽ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഫിലിമോറ ഗോ എന്നൊരു ആപ്പാണ്, ഫോണിലുള്ള ആപ്പ്. അത് പിന്നെ ബിഗിനർ ഫ്രണ്ട്ലി എന്നൊക്കെ പറയില്ലേ, എഡിറ്റിംഗ് എന്താന്ന് പോലും അറിയില്ലാത്ത ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പാണത്. ബേസിക് എഡിറ്റിംഗ് കേട്ടോ, ഭയങ്കര ജിൽമിൽ എഡിറ്റിംഗ് ഒന്നല്ല, വളരെ ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു ആപ്പാണ് ഫിലിമോറ ഗോ. അതിനുശേഷം കുറച്ചും കൂടി എഫക്ട്സ് ഒക്കെ ഇടണം എന്നൊക്കെ തോന്നി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പവർ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ്, ഇത് സെയിം ആപ്പ് തന്നെയാണ്, വേറെ ഞാൻ അതിൻ്റെ അകത്താണ് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അത് പിന്നെ എന്താ കുറച്ച് നാളത് യൂസ് ചെയ്ത് ഒരു കുറച്ച് മാസങ്ങളത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തുപറ്റിയെന്ന് വെച്ചാൽ ഓഡിയോ ക്വാളിറ്റി ഇഷ്യൂ വന്നു. സോ അത് ഞാൻ ലാപ്ടോപ്പിലേക്ക് മാറ്റി എഡിറ്റിങ്. അപ്പോൾ ഇപ്പോൾ അതിനുശേഷം, അതായത് അപ്പം മുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വന്നിട്ട് വണ്ടർഷെയർ ഫിലിമോറ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ്. നമ്മളെപ്പോഴും ആദ്യമായി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പം എല്ലാവരിലേക്കും അത് റീച്ച് ചെയ്യണമെന്നില്ല. അപ്പോൾ അതുപോലെ ആയിരിക്കണം ഐശ്വര്യയുടെ കാര്യത്തിലും. അപ്പോൾ ആദ്യം ഉള്ള സമയത്തൊക്കെ എങ്ങനെയായിരുന്നു പബ്ലിസൈസ് ചെയ്യുന്നത് ചാനലിന് വേണ്ടിയിട്ട്? അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ ഒരു ഇനിഷ്യൽ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഓഡിയൻസ് റെസ്പോൺസ് എന്ന് വെച്ചാൽ എനിക്ക് നല്ല കുറേ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ വാട്സാപ്പിലാണ്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് 2017 അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും തലേ ദിവസം തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, നാളെ ഇങ്ങനെ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അപ്ലോഡ് ആയതിന് ശേഷമാണ് ഞാൻ എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുത്തത്. സോ കുറേ ഫ്രണ്ട്സുള്ള കുറേ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മളുടെ ഭാഗ്യം കൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ആയി. അത് ഭയങ്കര വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഫ്രണ്ട്സും ഫാമിലീസും തന്നെയായിരുന്നു. ഫാമിലീസിനും കസിൻസിനും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒറ്റ ദിവസം തന്നെ 100 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളുടെ ക്ലോസ് റിലേറ്റീവ്സും ഫ്രണ്ട്സും തന്നെയായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നല്ല റെസ്പോൺസായിരുന്നു ആദ്യം കിട്ടിയത്. ആദ്യം ഞാൻ ചാനലിൽ മലയാളം ഇംഗ്ലീഷും വീഡിയോസ് ചെയ്യായിരുന്നു, ഓൾട്ടർനേറ്റീവ് ആയിട്ട് മലയാളം പിന്നെ ഇംഗ്ലീഷ് അങ്ങനെ. ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ വന്നിട്ട് ഇംഗ്ലീഷ് വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി, നന്നായിട്ടുണ്ട്, അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്തോളൂ എന്നാണ് എല്ലാവരും പറഞ്ഞത്. അത് തന്നെ നമുക്കൊരു എനർജി ബൂസ്റ്റർ ആയിരുന്നു. അപ്പോൾ നല്ല റെസ്പോൺസ് ആയതുകൊണ്ട് നമുക്കിത് കൂടുതൽ ചെയ്യാൻ വേണ്ടി തോന്നി. ഹാപ്പി ആയിട്ട് ഏതൊരു യൂട്യൂബ് ചാനൽ നോക്കിയാലും അവർക്കെല്ലാം ആദ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു വീഡിയോ കാണും അല്ലെ? ആ ഒരു വീഡിയോ കൊണ്ടായിരിക്കും അവരുടെ ചാനലിൽ ബാക്കി വീഡിയോസ് ഒക്കെ കൂടുതൽ എന്താ പറയുക കൂടുതൽ നല്ല ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഐശ്വര്യയുടെ കേസിൽ ഏത് വീഡിയോ ആണ് ഫസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളത്?
എൻ്റെ ഫസ്റ്റ് പോപ്പുലർ വീഡിയോ വന്നിട്ട് തിക്കായിട്ട് എങ്ങനെ കാജൽ എഴുതാം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ്. അത് ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ ലക്കാണ് ആ വീഡിയോ. ഒരു ദിവസം ഞാനിങ്ങനെ വൈകുന്നേരം വീട്ടിൽ പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോസൊന്നും ചെയ്യാൻ ടൈമില്ലാണ്ട്, പക്ഷേ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തു തുടങ്ങിയ സമയമുള്ളൂ. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് ചോദിച്ചിട്ട് ഒരു സിഗ്നേച്ചർ ലുക്കായിട്ട് എൻ്റെ തിക്കായിട്ട് ഞാനിങ്ങനെ പണ്ടൊക്കെ കോളേജിലൊക്കെ സ്ഥിരമായിട്ട് പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ സ്ഥിരമായിട്ട് എഴുതുന്ന ഒരു ലുക്കാണ് തിക്കായിട്ട് കാജൽ എഴുതുന്നത്. അപ്പോൾ അത് എൻ്റെ അടുത്ത് ഫ്രണ്ട്സും ഒക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നല്ല രസമുണ്ടെന്ന്. അപ്പോൾ ഞാൻ അവിടെ തന്നാൽ പിന്നെ ഒരു പണിയാം, ബർത്ത്ഡേക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണമല്ലോ. അപ്പോൾ ബർത്ത്ഡേൻ്റെ സ്പെഷ്യൽ ലൈക്ക് എൻ്റെ സിഗ്നേച്ചർ ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടൊരു വീഡിയോ ആണത്. പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് ജസ്റ്റ് കണ്ണെഴുതി കാണിക്കുന്ന വീഡിയോ ആയിരുന്നു. പക്ഷെ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 മന്തോളം ആയപ്പോഴത്തേക്കും ഷറവറാന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടണം. അപ്പോൾ ഞാൻ ഓർത്തത് എന്താ പറ്റിയെന്ന് ചോദിച്ച്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോന് ഷറവറാന്ന് ഇങ്ങനെ ഭയങ്കര ടപ്പടപ്പടപ്പടാന്ന് ഇങ്ങനെ സബ്സ്ക്രൈബർ ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഓരോ ദിവസവും 1000ഉം 2000 സബ്സ്ക്രൈബേഴ്സ് വെച്ച് കൂടാൻ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് ഡൗട്ടായി ഇത് എന്താ പറ്റിയെന്ന്. പിന്നെ ഭയങ്കര സന്തോഷമായി. അതാണ് എൻ്റെ ആദ്യത്തെ പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ. അതിന് എനിക്ക് ഇപ്പോൾ ആ വീഡിയോ ഒരു 900K ആയിട്ട് നിൽക്കുകയാണ് ആ വീഡിയോ. ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞായിരുന്നു ഐശ്വര്യക്ക് ഒരു കുട്ടിയുണ്ട്, അതുപോലെ ഹസ്ബൻഡ്, പിന്നെ ഫാമിലി, ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഹൗസ് വൈഫ് കൂടിയാണ് ഐശ്വര്യ. അപ്പം എങ്ങനെയാണ് ഐശ്വര്യ അപ്പോൾ വീട്ടിലെ കാര്യങ്ങളും ഈ യൂട്യൂബിൻ്റെ കാര്യങ്ങളും ഒക്കെയായി മാനേജ് ചെയ്യുന്നത്? അപ്പം ഞാൻ എന്താ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യയുടെ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് ട്രിക്ക് എങ്ങനെയാണ്, അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ? ടൈം മാനേജ്മെൻറ്റും ഫാമിലി മാനേജ്മെൻറ്റും ഒന്നും എനിക്കതൊരു വലിയ ഇഷ്യൂവേ അല്ലായിരുന്നു ഞാൻ ബാംഗ്ലൂരിലേക്ക് വരണതിന് മുന്നേ. ബിക്കോസ് അവിടെ ഇൻലോസ് ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, പിന്നെ ഏട്ടന് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ മോനെ നോക്കണത് അങ്ങനെ വലിയ ടാസ്ക് ആയിരുന്നില്ല. പിന്നെ വീട്ടിലെല്ലാവരും ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ വീട്ടു പണിയൊക്കെ എല്ലാം ചെലവിടാൻ തീർത്തിട്ട് പിന്നെ ഇതിന് വേണ്ടി ഇരിക്കണം, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി എൻ്റെ മദറിൻ്റെ ഭയങ്കര സൂപ്പർ സപ്പോർട്ടീവായിരുന്നു. നമുക്കങ്ങനെ ജോലി ചെയ്തിട്ട് മാത്രമേ അങ്ങനെ ഷൂട്ടിങ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മയെ ഷൂട്ട് ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് അങ്ങനെ കയറി പോയിട്ട് ഒരു റൂം ഉണ്ടായിരുന്നു മുകളിൽ. അപ്പോൾ ആ റൂമിൽ പോയിരുന്ന് എനിക്ക് ഇഷ്ടമുള്ളത് ഷൂട്ട് ചെയ്യാം, ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വരാം, അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. പക്ഷേ അതൊരു ടാസ്ക് ആയിട്ട് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് ഞാൻ ബാംഗ്ലൂരിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ്. ആദ്യം കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നത് എങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല വന്ന സമയത്ത് ഇവിടെ ബാംഗ്ലൂരിലേക്ക് വന്നപ്പോൾ. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ മാക്സിമം ചെറിയ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ മെയിൽസ് റിപ്ലൈ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടിരിക്കും. കിരണ ഒരു 4:35 ഉള്ളിൽ എന്തായാലും വരും. ആ സമയത്ത് വന്നു കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചൊന്ന് വാവേനെയൊക്കെ ഒന്ന് സെറ്റിലാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളും പണിയൊക്കെ രാവിലെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ വൈകുന്നേരം അവൻ്റെ കൂടെ ഒരാൾ വേണം, ഏട്ടൻ കളിപ്പിക്കാൻ കൊണ്ടുപോകും, അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ടൈം വന്നിട്ട് വൈകുന്നേരമാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയും അങ്ങനത്തെ ബാക്കി യൂട്യൂബിൻ്റെ പണികളൊക്കെ ഇരിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് ഏട്ടൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഷിഫ്റ്റിന് കയറുന്ന ടൈപ്പ് ഓഫ് ഒരു മാനേജ്മെൻറ്റാണ്. സോ ഫാർ ഇപ്പോൾ ഹാപ്പി ആയിട്ട് പോകണം. അപ്പോൾ ഇപ്പോൾ ഇത് ശീലമായതുകൊണ്ട് ഡേ ടൈമിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ രാവിലെ ഷൂട്ട് ചെയ്തോളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ആ വൈകുന്നേരത്തിനോട് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റഡ് ആയിപ്പോയി. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് മാനേജ് ആയി പോകണം. ഈ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അഡ്വാൻസ് ആയി ഭയങ്കര ഡെവലപ്പ് ആയിരിക്കുക, അല്ലേ? എന്നുവെച്ചാൽ എല്ലാവരും TV കാണുന്ന സ്ഥാനത്ത് ഇപ്പം എന്താ പറയുക യൂട്യൂബ് ആണ് കാണുന്നത്, അല്ലേ? ശരിക്കും എല്ലാവരും യൂട്യൂബ് കാണുന്നവരാണിപ്പോൾ. ഒരു 5-10 വർഷം കഴിയുമ്പം യൂട്യൂബ് എന്ന ഒരു മേഖലയിൽ നമ്മൾ എന്താ പറയുന്ന യൂട്യൂബ് ക്രിയേറ്റേഴ്സിൻ്റെ ഒക്കെ ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നാണ് ഐശ്വര്യയുടെ അഭിപ്രായത്തിൽ? യൂട്യൂബിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി പറയാനൊന്നും എനിക്ക് അങ്ങനെ ടെക്നിക്കലി സംസാരിക്കാനൊന്നും ടു ബി ഓണസ്റ്റ് എനിക്ക് അറിയില്ല. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് യൂട്യൂബിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ടെന്ന് തന്നെ എനിക്ക് അറിയുന്നത്. പക്ഷേ ഫ്യൂച്ചർ ഓഫ് യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ചിലപ്പോൾ യൂട്യൂബ് ഒരു സാച്ചുറേഷൻ ലെവലിലേക്ക് പോകുമെന്ന് തോന്നും. ബിക്കോസ് ഈവൻ നമ്മൾക്കും പിന്നെ ചില ആൾക്കാരൊക്കെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് വീഡിയോയിൽ, അയ്യോ ഇതൊക്കെ കണ്ട് വീഡിയോസ് കണ്ട് മടുത്തു, അങ്ങനെയൊക്കെ വളരെ കുറച്ച് ആൾക്കാർ തന്നെ പറയാറുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഡെഫിനറ്റായിട്ടും എന്ത് കാര്യം നമ്മൾ ഒരു കുറേ നാളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത് റെപ്പിറ്റേറ്റീവ് ആകുമ്പോൾ ഒരു സാച്ചുറേഷൻ ലെവൽ വരില്ലേ. അപ്പോൾ എനിക്കൊണ്ട് യൂട്യൂബിൽ നിന്ന് മാറി ഇപ്പോൾ തന്നെ യൂട്യൂബിൽ നിന്നുള്ള ആക്റ്റീവായിട്ടുള്ള ആൾക്കാരൊക്കെ കൂടുതലും ഇൻസ്റ്റഗ്രാമിലേക്ക് മീൻസ് അവരുടെ ഇത് മാറ്റാണ്. അവിടെയാണ് ഇപ്പോൾ കുറച്ചും കൂടി ഹാപ്പനിങ് ആയിട്ടുള്ള പ്ലേസ് ഇൻസ്റ്റഗ്രാം. അപ്പോൾ ഒന്നെങ്കിൽ യൂട്യൂബ് ഒരു സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തി ഒരു കോമൺ ആൾക്കാർക്ക് മാത്രം യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാവുകയും മെയിനായിട്ട് ഹാപ്പനിങ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടക്കും. ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്കോ അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ആപ്പ് വരാനിരിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്.
അറിയില്ല, യൂട്യൂബ് ഒരിക്കലും നിന്ന് പോകാണ്ടിരിക്കാനും അതിൻ്റെ ഒരു ഡിമാൻഡ് കുറയാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ബിക്കോസ് ഞാൻ ഏറ്റവും കൂടുതൽ ബാക്കി ഏത് പ്ലാറ്റ്ഫോമിനേക്കാളും ഞാൻ ആക്റ്റീവ് യൂട്യൂബ് തന്നെയാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ ദീർഘായുസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഐശ്വര്യയുടെ ഫേവറേറ്റ് ഫുഡ്? ഫേവറേറ്റ് ഫുഡ് എനി ടൈം ബിരിയാണി. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് യൂട്യൂബർ? ഫേവറേറ്റ് യൂട്യൂബർ ശ്രേയ ജെയിൻ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ സ്മൈൽ? സീക്രട്ട് ഓഫ് മൈ സ്മൈൽ മൈ ഫാമിലി, അതായത് എൻ്റെ മെയിൻ 2 ഫാമിലിയും പിന്നെ എൻ്റെ ആഷ് ഫാം മെമ്പേഴ്സും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഈ ന്യൂ യൂട്യൂബ് ക്രിയേറ്റേഴ്സിനോട് ഐശ്വര്യക്ക് പറയാനുള്ളത്? യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി മാത്രം പ്ലീസ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് പാഷൻ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അത്രയും പാഷനോടെ ആണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. 101% ഇട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് സക്സസ് കൂടെ ഉണ്ടാകും. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ റീസൺ ഓഫ് യുവർ ഹാപ്പിനെസ്? ഹാപ്പിനെസ് എന്ന് വെച്ചാൽ മൈ സൺ, എൻ്റെ സണ്ണാണ് എൻ്റെ ഹാപ്പിനെസ്. അവൻ്റെ കളിയും അവൻ്റെ ചിരിയും അവൻ്റെ കാര്യങ്ങളും കാണുന്നതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെക്ഷനായിരുന്നു. എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്തു, ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യണത്. സോ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച് എന്നെ സെലക്ട് ചെയ്തതിന്. ആൻഡ് ചൈതുവിന് ഞാൻ ഓൾ ദി ബെസ്റ്റ് നേരുന്നു. യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എന്നെയും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെയും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ലവ് യു ഓൾ. അപ്പോൾ ഐശ്വര്യ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ബിസി ആയിട്ടുള്ള ഈ ഒരു ടൈമിൽ ഒരു മടിയും കൂടാതെ ശരിക്കും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര ഫ്രീ ആയിട്ടാണ് എന്നോട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കുന്നതിനെ പറ്റി സംസാരിച്ച് തുടങ്ങിയപ്പം തൊട്ട് എന്നോട് സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച ഐശ്വര്യയെ ഇതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ഐശ്വര്യയുടെ ഹസ്ബൻഡും ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഐശ്വര്യയുടെ ചാനലൊക്കെ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, എന്താ പറയുക, ഒരുപാട് ആളുകളിലേക്ക് റീച്ച് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഐശ്വര്യയുടെ ചാനലും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ 2 ആളെയും സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടത്തുള്ളൂ. ഇനി മറ്റൊരു ദിവസം മറ്റൊരു പുതുപുത്തൻ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.